ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഡി മണിക്ക് കുരുക്കുമുറുകുന്നു. മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചാകും ചോദ്യം ചെയ്യൽ. മണിയുടെ ബാങ്ക് ഇടപാടുകളും പരിശോധിക്കും. മണിയുടെ രാജ്യാന്തര ബന്ധങ്ങൾ സംബന്ധിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ തേടുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഡി മണി എന്നൊരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ, ഇദ്ദേഹത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം. ഈ ഡി മണി ഇപ്പോഴും പറയുന്നത് താൻ ഡി മണിയല്ല സി മണി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പറയുന്നത്. ഒപ്പം തനിക്ക് ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്താണ് പ്രശാന്ത്? അശ്വതി, ശബരിമലയിൽ നിന്നും പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയെ ചോദ്യം ചെയ്യാൻ ആദ്യം വിളിപ്പിക്കുന്നത്. തുടർന്ന് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. താൻ ഡി മണിയല്ല MS മണിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘം പറയുന്നത് ഡി മണി തന്നെയാണ് MS മണി എന്നതും അദ്ദേഹത്തിന് ബാലമുരുകൻ എന്ന രീതിയിൽ മറ്റൊരു പേരുണ്ട്, അങ്ങനെ വിളിപ്പേരിൽ അറിയപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ മണിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. രാജ്യാന്തര ബന്ധം അടക്കമുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അതിന് ഡി മണി ചോദ്യം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. വീണ്ടും വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതിനായി തിരുവനന്തപുരത്തേക്ക് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ചോദ്യം ചെയ്യൽ എന്ന നിലയിലേക്ക് എത്തുവാനാണ് അപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടും എല്ലാം കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുള്ളൂ. മണി കേന്ദ്രമായി നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് നടത്തിയെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്തിന് പുറമേ വിഗ്രഹക്കള്ളക്കടത്തും ശബരിമലയിൽ നടത്തി എന്നൊരു നിഗമനം ഇപ്പോൾ പ്രാഥമികമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യക്തത വരുത്തണമെങ്കിൽ മണിയെ ഇനി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതുവരെ ചോദ്യം ചെയ്തെങ്കിൽ പോലും ആ ചോദ്യം ചെയ്യലിലൊന്നും സഹകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുമുള്ള മറ്റു വിവരങ്ങൾ ഈ അന്വേഷണ സംഘം മണിയോട് ചോദിച്ചെങ്കിൽ പോലും മണി സഹകരിക്കുന്നൊരു നിലപാടല്ല സ്വീകരിച്ചത്. മാത്രമല്ല മണിയുടെ വീടിനും ഓഫീസിലും റെയ്ഡ് നടത്തിയെങ്കിലും അവിടെയും വേണ്ട രീതിയിലൊരു സഹകരണം മണിയുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിണ്ടിഗൽ സ്വദേശിയാണ് ഈ മണിക്ക് ഡിണ്ടിഗലിൽ വലിയ ബന്ധങ്ങളുണ്ട് എന്ന അടക്കമുള്ള വിവരങ്ങളും പോലീസ് ലഭിച്ചു. ഇനി കണ്ടെത്തേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധം ആണ്. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധം കണ്ടെത്തണമെങ്കിൽ മണിയെ വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യണം. അതിന് ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തി മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇതിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരിക്കുന്നതെല്ലാം ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ മണിയെ കൂടുതൽ ചോദ്യം ചെയ്യണം, വിശദമായി ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ഇനി അന്വേഷണ സംഘം കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യം തുടക്കത്തിൽ പല പേരുകളും ഉയർന്നു വന്നിരുന്നു, പലരെയും അറസ്റ്റ് ചെയ്തിരുന്നു. CPM നേതാക്കൾക്കടക്കമുള്ള ബന്ധം നമുക്കറിയാം. അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിനിടയിലാണ് ഈ ഡി മണി ഇതിലേക്ക് എത്തുന്നത്. അത് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയതോടെയാണ് ഈ ഡി മണി എന്ന കഥാപാത്രം എത്തുന്നത്. അതായത് ഒരു വ്യവസായി രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു പഞ്ചലോക വിഗ്രഹങ്ങളും കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഈ CPM നേതാക്കൾക്ക് ഈ സ്വർണ്ണ കവർച്ചയിലുള്ള പങ്ക് അറിയാവുന്നതാണ്. അറസ്റ്റിലായ നേതാക്കളെല്ലാം CPM നേതാക്കൾ തന്നെയാണ്. അപ്പോഴും ഈ ഡി മണിക്ക് ഈ അറസ്റ്റിലായ CPM നേതാക്കളുമായുള്ള ഒരു ഡയറക്റ്റ് ബന്ധമുണ്ടോ, അതോ ഈ പോറ്റിയാണോ ഇവരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ കണക്റ്റിംഗ് പോയിന്റ്? പ്രശാന്ത്, അന്വേഷണ സംഘം എന്താണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഡി മണിയെ കേരളത്തിൽ നേരത്തെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം പല രീതിയിലുള്ള കള്ളക്കടത്ത്, അതായത് ശബരിമല മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചടക്കം കൊള്ളയടിക്കുന്നതിനൊരു തീരുമാനമുണ്ടായിരുന്നു. 1000 കോടിയിലധികം രൂപ ഇത്തരത്തിൽ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കള്ളക്കടത്ത് നടത്തണമെന്നൊരു നടത്തിക്കൊണ്ടുപോകാനൊരു തീരുമാനമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം കൂടി കേന്ദ്രീകരിക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ്
ചോദിച്ചപ്പോഴാണ് ശബരിമലയിൽ നിന്നും ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ മണി കടത്തുന്നത് എന്നിപ്പോൾ ആ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മണിക്ക് സഹായം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരടക്കം ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിയും അടക്കമുള്ളവർക്ക് സഹായം ചെയ്യുന്ന തരത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഒരിക്കലും അവിടുന്ന് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കള്ളക്കടത്ത് നടത്താൻ സാധിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ CPM-ന് ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കണക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് ബന്ധമുണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇതിൽ അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഏതെങ്കിലും ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇനിയും കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി മണിയെ ചോദ്യം ചെയ്തതിൽ മാത്രമേ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുകയുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ശേഖരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത്, കൂടുതൽ ഉത്തരം തരേണ്ട ചില ആൾക്കാർ കൂടി ഈ ഡി മണിയുടെ പിറകിൽ മറഞ്ഞിരിപ്പുണ്ടല്ലോ. അതായത് ഈ പത്മകുമാറിന്റെ നിർണായക മൊഴിയിൽ ദൈവതുല്യനായ ഒരാൾ ഉണ്ടെന്നും കൂടി പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം ഈ ഡി മണിയിൽ മറഞ്ഞു പോയോ, അതോ അദ്ദേഹത്തെ പറ്റിയുള്ള അന്വേഷണം എങ്ങനെയാണ് വ്യാപിപ്പിക്കുന്നത് അന്വേഷണ സംഘം? സ്വാഭാവികമായും ഇപ്പോൾ അന്വേഷണം ഈ ഡി മണിയെ ചുറ്റിപ്പറ്റി മാത്രമാണ് നിൽക്കുന്നത്, മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഇനി ഈ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസിനെയും വിജയകുമാറിനെയും എല്ലാം ചോദ്യം ചെയ്യണമായിരുന്നു. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തൊരു ചോദ്യമുണ്ടായിരുന്നു, ഇവരെ എന്തുകൊണ്ട് വിട്ടു, ഇവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനുശേഷവും അതായത് അന്വേഷണ സംഘം ഇവരെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അവർക്ക് കോടതികളിൽ അപ്പീൽ നൽകാൻ, മുൻകൂർ ജാമ്യത്തിന് അപ്പീൽ നൽകുവാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊരു ആക്ഷേപവും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ തിരിച്ചു വിടുന്നതോ സംശയം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെയും ആ സംശയത്തെയും കുറ്റം പറയാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ എന്ന് വേണം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം വ്യക്തത വരണമെങ്കിൽ ഇനി നമുക്ക് കാത്തിരിക്കണം. അന്വേഷണ സംഘം ഇനി എന്താണ് അടുത്ത നടപടി സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ തീർച്ചയായും തന്നെയാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ അടുത്ത ഘട്ടം അതെന്താണെന്നാണ് കണ്ടറിയേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ഒപ്പം പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ വലിയൊരു കൊള്ളയ്ക്കാണ് ഒരു സംഘം തന്നെ തയ്യാറെടുത്തിരുന്നത്. എന്തായാലും ക്ഷേത്രങ്ങളിലെ ഒരു അരക്ഷിതാവസ്ഥ കേരളത്തിൽ സജ്ജമാണ്. ഈ സംസ്ഥാന സർക്കാരും CPM ഒക്കെ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാത്തത്.